കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. തെരഞ്ഞെടുപ്പിന് മുൻപേ പറഞ്ഞത് നേതാക്കൾ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. എക്സിറ്റ് പോൾ ഫലം വന്ന ശേഷം UDFന്റെ ആത്മവിശ്വാസം ഇരട്ടിയായെന്ന പ്രതീതിയാണ് നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. നേതൃത്വം ഇടപെട്ട് വിലക്കിയ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച പോലും അതേപടി തുടരുന്നത് ആത്മവിശ്വാസത്തിന് ആഴമളക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. വിജയാഘോഷം എങ്ങനെ വേണമെന്ന് വരെ നിശ്ചയിച്ചിരിക്കുന്നു. ജ്യോത്സ്യന്മാർക്കും മാർക്കറ്റ് കൂടിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. KPCC ആസ്ഥാനത്ത് പന്തൽ ഉൾപ്പെടെ ഉയർന്നു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ 80 മുതൽ 85 സീറ്റുകൾ വരെ വിജയിച്ച അടുക്കും എന്നാണ് കോൺഗ്രസിന്റെ കണക്കൂട്ടൽ. ഇടതുവിരുദ്ധ തരംഗമുണ്ടായാൽ അത് 95 കടന്നേക്കുമെന്നും പ്രതീക്ഷ വയ്ക്കുന്നു. ചില പ്രതികരണങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. നമ്മളെ പ്രചരണം, UDFന്റെ പ്രചരണം സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയാണ്. ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ തെറ്റായ കാര്യങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ നല്ല ഒരു വിധിയെടുത്ത് UDFന് അനുകൂലമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മളുടെ കമ്മിറ്റികൾ നൽകുന്ന റിപ്പോർട്ട്, മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട്, ജനങ്ങളുടെ പ്രതികരണം, ഇതെല്ലാം നല്ല കോൺഫിഡൻസിന് വക നൽകുന്നുണ്ട്. UDF വിജയിച്ചാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി KC വേണുഗോപാലോ അതല്ല VD സതീശനോ അതല്ല രമേശ് ചെന്നിത്തലയോ ആര് തന്നെ വന്നാലും വലിയ നേതൃത്വ ഉൾപ്പെടുന്നതാകും പുതിയ മന്ത്രിസഭ എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇതെല്ലാം UDF ജയിച്ചാലാണ് 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 11 മന്ത്രിസ്ഥാനം ഉണ്ടാകും കോൺഗ്രസിന്. പാർട്ടി പദവികളുടെ സീനിയോറിറ്റി, സാമുദായിക സന്തുലനം, പ്രാദേശിക ഘടകങ്ങൾ എന്നിവ വിലയിരുത്തിയാകും കോൺഗ്രസ് മന്ത്രിമാരെ തീരുമാനിക്കുക. അതിന്റെ സാധ്യത എന്തായിരിക്കും എന്നുകൂടി ഈ വൈകിയ വേളയിൽ നമ്മളൊരു ചർച്ച നടത്തുകയാണ്. KR ഗോപികൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഈ UDF അധികാരത്തിൽ വന്നാൽ എപ്പോഴും നമ്മളൊരു കണ്ടീഷൻ ക്ലോസിൽ സംസാരിക്കാൻ പറ്റും. കാര്യം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ യാഥാർത്ഥ്യം എന്തെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഏതൊക്കെ മന്ത്രിമാർക്ക് സാധ്യതയുണ്ട് പെട്ടെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ? കാര്യം പലയിടത്തും ഉടുപ്പ് തയ്പ്പിച്ച് കഴിഞ്ഞു. അതെ, അല്ല SK, ഈ ഇപ്പോഴത്തെ ഒരു സാധ്യത പറയുന്നതിന് മുൻപ് 2021 ഇതുപോലെ ഒരു സാധ്യതാ പട്ടിക തയ്യാറാക്കി UDF നിന്നിരുന്ന ഒരു അനുഭവമുണ്ട്. അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്നറിയില്ല. കാരണം നാളെ പെട്ടി പൊട്ടിക്കുമ്പോഴാണ്, പെട്ടി തുറക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ജനവിധി എന്തെങ്കിലും വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒന്നാണോ എന്ന് നമുക്ക് തെളിയാൻ പോകുന്നത്. ഏതായാലും ഇടതുമുന്നണി ക്യാമ്പിൽ അവർക്കൊരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് കരുതുന്നു. UDF ആണെങ്കിൽ വളരെ വലിയ ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ 100 സീറ്റ് വരെ നേടും എന്ന് ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതായാലും UDFനാണ് അധികാരത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ വരാനുള്ള അവസരം ഈ ജനവിധിയിലൂടെ ഉണ്ടാകുന്നതെങ്കിൽ ആദ്യത്തെ തർക്കം ഉണ്ടാകുന്നത് ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തർക്കമുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ KC വേണുഗോപാലും ഈ VD സതീശനും ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ട് നിൽക്കുന്നത്. രമേശ് ചെന്നിത്തല കൂടി അടങ്ങുന്ന ഒരു ത്രയമായിരുന്നു ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി ഇപ്പോൾ KCയും VDയും തമ്മിലുള്ള മത്സരമായി അത് മാറിയിരിക്കുന്നു. അതിൽ ആർക്കാണ് സാധ്യത എന്നത് ഹൈക്കമാൻഡ് നിശ്ചയിക്കുമോ അതല്ല രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് ജനങ്ങളുടെ ഇച്ഛ കൂടി കണക്കിലെടുത്തായിരിക്കുമോ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുക കോൺഗ്രസിൽ എന്ന കാര്യം വ്യക്തമല്ല. സാധാരണ നിലയിൽ നമുക്കറിയാം 2 നിരീക്ഷകരെ കോൺഗ്രസ് വിടുന്നു. അവർ ഇവിടെ വന്ന് MLA-മാരുടെ ഇംഗിതം എന്താണെന്ന് പരിശോധിക്കുന്നു. അവർ പറയുന്നതനുസരിച്ച് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നു. ഇതാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ഉമ്മൻചാണ്ടിയുടെ കാലം തൊട്ടിട്ടുള്ള രീതി. ആ രീതി അവലംബിക്കുകയാണെങ്കിൽ അതിന് അനുകൂലമായി മാറാൻ പോകുന്ന ഒരുപക്ഷെ KC വേണുഗോപാൽ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അദ്ദേഹത്തോട് അനുഭാവം പുലർത്തുന്ന MLA-മാരുടെ എണ്ണം കൂടുതലാകാനാണ് സാധ്യത. പക്ഷേ VD സതീശൻ ഈ പട നയിച്ചയാളാണ്. അയാൾ തന്നെ നാടിനെ നയിക്കട്ടെ എന്ന പോസ്റ്ററുകൾ വന്നു കഴിഞ്ഞു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാകണം ഈ തീരുമാനം ഉണ്ടാകേണ്ടതെന്ന് VD സതീശന്റെ ക്യാമ്പിൽ നിന്ന് ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഇനി മന്ത്രിമാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് സാമുദായിക സമവാക്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടായിരിക്കും മന്ത്രിമാരെ നിശ്ചയിക്കുക. പക്ഷേ VD സതീശൻ അല്ലാത്ത, മുഖ്യമന്ത്രി അല്ലാത്ത ഒരു മന്ത്രിസഭയാണ് കേരളത്തിൽ വരാൻ പോകുന്നതെങ്കിൽ അദ്ദേഹം മന്ത്രിയാകാൻ ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. രമേശ് ചെന്നിത്തല ഇതേപോലെ തന്നെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുള്ള ആളാണ്, അദ്ദേഹം അർഹതയുള്ള ആളുമാണ്. പക്ഷെ അദ്ദേഹവും ഈ നിലയിലാണ്. VD സതീശനും രമേശ് ചെന്നിത്തല ഈ കാര്യത്തിൽ ഒരുപക്ഷെ ഒരേപോലെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ സാധ്യതയുണ്ട്. KC നയിക്കുന്ന മന്ത്രിസഭയിൽ ഒരുപക്ഷെ അവർ മന്ത്രിമാരാകാൻ, അംഗങ്ങളാകാൻ ഉണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നു. പിന്നീട് സ്വാഭാവികമായും ഇതിനകത്ത് വനിതാ പ്രാതിനിധ്യം ഉണ്ടാകണം, മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കണം. ഇങ്ങനെയുള്ള ഘടകങ്ങൾ അവരുടെ മുന്നിലുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അവിടെ ബിന്ദു കൃഷ്ണ ജയിച്ചു വരികയാണെങ്കിൽ ബിന്ദു കൃഷ്ണയ്ക്ക് അവിടെ മന്ത്രിയാകാൻ അവസരമുണ്ടാകും. അതേപോലെ തന്നെ അരൂരിൽ മത്സരിക്കുന്ന ഷാനിമോൾ ഉസ്മാൻ ജയിച്ചു വരികയാണെങ്കിൽ ഷാനിമോൾ ഉസ്മാന് മന്ത്രിയാകാനുള്ള അവസരമുണ്ടാകും. 27 സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് നിർത്തിയിട്ടുണ്ട്. അതിൽ 23 പേര് ജയിക്കുമെന്നാണ് ലീഗിന്റെ കണക്കുകൂട്ടൽ. അങ്ങനെയാണെങ്കിൽ 5 മന്ത്രിമാർ അവർക്കുണ്ടാകും. അതിൽ വിദ്യാഭ്യാസം അടക്കമുള്ള വകുപ്പുകൾ, വ്യവസായം, ഇത് രണ്ടും അവർക്ക് നൽകേണ്ടി വരും. ഇനി PK കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാകാൻ ഉണ്ടാകുമോ എന്ന കാര്യം നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം അങ്ങനെ ഒരു ആലോചന കൂടി ലീഗിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ വിവിധ ഘടകങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ഈ മന്ത്രിസഭാ രൂപീകരണം സംഭവിക്കാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.